കേരളം സംഘപരിവാറിനെതിരായ രാഷ്ട്രീയമുള്ള ഒരു സംസ്ഥാനമാണെന്ന് പറയുകയും UP കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ, ഗുജറാത്തിൽ പോലും 1000 ശാഖകളേ ഉള്ളൂ, കേരളത്തിൽ 6500 ശാഖയുണ്ട്. അപ്പോൾ കേരളമാണോ സംഘപരിവാറിന് വളക്കൂറില്ലാത്ത നാട്? ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല. അപ്പോൾ അവർക്ക് അനുകൂലമായിട്ടുള്ളൊരു ട്രെൻഡ് എല്ലായിടത്തും ഉണ്ട്. പിന്നെ മറ്റൊന്ന്, RSSൻ്റെ ഒരു രഹസ്യ സ്വഭാവമാണ്. RSS ഒരു രഹസ്യ സ്വഭാവമുള്ള ഒരു മിലിറ്റൻ്റ് ഓർഗനൈസേഷനാണ്. അവർക്ക് സ്വന്തമായി ഭരണഘടനയില്ല. ഭരണഘടന ഉണ്ടാക്കിയാലേ നിങ്ങൾ ബാൻ നീക്കുള്ളൂ എന്ന് സർദാർ വല്ലഭായ് പട്ടേൽ പറഞ്ഞിട്ട് പോലും ഈ കഴിഞ്ഞ 75 വർഷമായിട്ട് അവർ ഭരണഘടന ഉണ്ടാക്കിയിട്ടില്ല. രണ്ട്, അവർക്ക് അംഗത്വ രജിസ്റ്റർ ഇല്ല. അതിൽ ആരാണ് പ്രവർത്തിക്കുന്നത് ചോദിച്ചാൽ, ഞാൻ RSSകാരനാണെങ്കിൽ ഞാൻ ശാഖയിൽ പോകുന്നവനൊക്കെ RSSകാരനാണ്. അല്ലാതെ ഞാൻ RSS എനിക്ക് മെമ്പർഷിപ്പ് കിട്ടില്ല. ഞാനിപ്പോൾ ഒരു ക്രൈം ചെയ്ത് കഴിഞ്ഞാൽ അത് RSSന് വേണ്ടി ചെയ്തതാണോ എന്ന് അന്വേഷണ ഏജൻസിയിൽ കണ്ടെത്താൻ കഴിയില്ല. അവൻ RSS അല്ലെന്ന് അവർ പറഞ്ഞല്ല. അല്ല, അപ്പോൾ ഗോഡ്സെ RSSകാരനല്ലയോ എന്നുള്ള തർക്കം കോടതി കയറിയേക്കാണ്. ഗോഡ്സെ RSS ആണോ അല്ലേ? ഗോഡ്സെ പറഞ്ഞ RSS അല്ല, RSS പറഞ്ഞ RSS അല്ല. ഒരാൾ RSSകാരനാണോ അല്ലേ എന്ന് പോലും തിരിച്ചറിയാൻ കഴിയുന്നില്ല. അത്രമാത്രം രഹസ്യാത്മകമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്.